വിജ്ഞാനത്തിന്റെ വെളിച്ചം തേടി ആയിരക്കണക്കിന് പെൺമനസ്സുകൾ ഒരുമിച്ച് ചേരുന്ന ഒരിടം. മഞ്ചേരിയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ ഒരു വിപ്ലവം തീർത്ത 15 വർഷങ്ങൾ. ഞാൻ പ്രൊഫസർ പി എൻ അബ്ദുറഹിമാൻ, നോബൽ വിമൻസ് കോളേജിലെ ഫൗണ്ടർ പ്രിൻസിപ്പലാണ്. ഞാൻ നോബൽ ക്യാമ്പസിൽ പോയി 2006 അവിടുത്തെ നോബൽ പബ്ലിക് സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് യൂണിറ്റി വിമൻസ് കോളേജിൽ നിന്ന് പിരിഞ്ഞ ശേഷമാണ് അങ്ങോട്ട് വന്നത്. അവിടുത്തെ മാനേജിംഗ് 10 വർഷം അവിടെ ഉണ്ടായിരുന്നു, 2006 മുതൽ 2016 വരെ. 2006 ജോയിൻ ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് മാനേജ്മെൻറ്റ് മീറ്റിങ്ങിൽ നോബൽ സ്കൂളിന് ഒരു അനുബന്ധ സ്ഥാപനം ഹയർ എഡ്യൂക്കേഷനിൽ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജൊക്കെ തുടങ്ങാൻ പ്ലാനിട്ടപ്പോൾ ഞാൻ എൻ്റെ കപ്പാസിറ്റിയോട് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങാം എന്ന ആശയത്തിന് മുൻനിർത്തി. അതും ഒരു വിമൻസ് കോളേജ്. അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. കാരണം ഇപ്പോൾ മിക്സഡ് കോളേജിൽ പോലും ഏകദേശം 70% പെൺകുട്ടികളാണ്. പിന്നെ അവിടെ JSR സ്കൂളുണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രം. അതുകൊണ്ട് അങ്ങനെയാണ് പല മറ്റു സാഹചര്യം, ബസ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, കുട്ടികളുടെ ഒരു ഡിസിപ്ലിൻ മാറ്റേഴ്സൊക്കെ വെച്ചുകൊണ്ട് വിമൻസ് കുട്ടികൾക്ക് മാത്രമായിട്ട് തുടങ്ങിയത്. എന്നെ സമയത്ത് വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ധാരാളം കോളേജിൽ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നോബൽ വിമൻസ് കോളേജിൻ്റെ തുടക്കക്കാരൻ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും മാനേജ്മെൻറ്റ്, യൂണിവേഴ്സിറ്റി ഡയറക്ടർ, തന്നെ ഇസ്മായിൽ, സമദ് സാഹിബ്, ഇവരൊക്കെയുള്ള മാനേജിംഗ് കമ്മിറ്റിയിൽ ഫുൾ അതോറിറ്റി, ഫുൾ പവർ എനിക്ക് തന്നുകൊണ്ട് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ടാവായിരുന്നു. ഏറനാടിന്റെ ഹൃദയഭാഗമായ മഞ്ചേരിയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പുതിയൊരു അധ്യായം കുറിക്കപ്പെട്ട വർഷം. കേവലം 3 ഡിപ്പാർട്ട്മെന്റുകളും 32 വിദ്യാർത്ഥിനികളുമായി ഒരു ചെറിയ ചുവടുവെപ്പായി തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് വിജ്ഞാനത്തിന്റെ ഒരു മഹാസാഗരമായി പടർന്നു പന്തലിച്ചിരിക്കുന്നു. 2015-16 കാലയളവിൽ നോബൽ വിമൻസ് കോളേജിൽ BA ഇംഗ്ലീഷ്, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCA, BSc സൈക്കോളജി എന്നീ ഡിഗ്രി കോഴ്സുകളും അതുപോലെ തന്നെ MSc സൈക്കോളജിയും MSc കമ്പ്യൂട്ടർ സയൻസ് എന്നീ PG കോഴ്സുകളുമാണ് ഉണ്ടായിരുന്നത്. ഞാൻ 2018 നോബൽ വിമൻസ് കോളേജിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ 2 കോഴ്സും കൂടി ഇതിൽ കൂടിയിട്ടുണ്ട്. MA ഇംഗ്ലീഷും അതുപോലെ തന്നെ MCom എന്നീ കോഴ്സുകളും. കാലം മാറിയപ്പോൾ നോബിൾ വളരുകയായിരുന്നു. 2026 എത്തി നിൽക്കുമ്പോൾ 7 ഡിപ്പാർട്ട്മെന്റുകളിലായി 800-ലധികം വിദ്യാർത്ഥിനികൾ ഇവിടെ അറിവ് നുകരുന്നു. എന്നാൽ എണ്ണത്തിലല്ല, ഗുണനിലവാരത്തിലാണ് നോബിൾ അതിൻ്റെ കരുത്ത് തെളിയിച്ചത്. കൂടാതെ NIRF, KIRF റാങ്കിങ്ങുകളിലെ സാന്നിധ്യം നോബൽ വിമൻസ് കോളേജ് ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ ഭൂപടത്തിൽ തല ഉയർത്തി നിൽക്കുന്നു. ഗുണനിലവാരത്തിൽ ഒരു നിലക്കുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവാത്ത ഒരു ക്വാളിറ്റി ആയിരുന്നു നോബലിൻ്റെ മുഖമുദ്ര. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വേട്ടേക്കോട് പ്രദേശത്ത് 20ഓളം ഏക്കർ സ്ഥലത്ത് വിശാലമായി പരന്നു കിടക്കുന്ന നോബൽ ക്യാമ്പസ് എന്തുകൊണ്ടും വിദ്യാർത്ഥിനികൾക്ക് ഒരു സുരക്ഷിത സ്ഥാപനമാണ്. 2011 സ്ഥാപിതമായ നോബൽ ആദ്യത്തെ പരിശ്രമത്തിൽ തന്നെ നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിൻ്റെ A ഗ്രേഡ് കൂടിയ ഉന്നതമായ സർട്ടിഫിക്കേഷന് അർഹത നേടി. നോബൽ വുമൻസ് കോളേജിൻ്റെ 15 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ അതിൻ്റെ ക്രിസ്റ്റൽ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിക്കുന്ന 2026 ജനുവരി 1 മുതൽ 31 വരെയുള്ള ഡിസംബർ 31 വരെയുള്ള ഒരു വർഷത്തെ കാലഘട്ടത്തിലെ ആഘോഷത്തിന് തുടക്കമാകുന്ന ഈ സമയത്ത് നോബൽ വുമൻസ് കോളേജ് സ്ഥാപിതമായത് എന്തിനാണോ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത 15 വർഷം കൂടെ നീണ്ടു നിൽക്കുന്ന ഒരു വികസനത്തിന് നോബൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൽ മുഖ്യമായും നോബൽ കോളേജ് ഓഫ് ഫാർമസിയും നോബൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷനും മുന്നിട്ട് നിൽക്കുന്നു. UAE-യിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ AP അബ്ദുസ്സമദ് സാഹിബ് മാനേജറായിട്ടുള്ള നോബൽ 30 അംഗ കമ്മിറ്റിയാണ് നോബലിന് നേതൃത്വം നൽകുന്നത്. വിദ്യാർത്ഥിനികൾക്ക് താമസിക്കാൻ ആധുനികമായ സൗകര്യത്തോടു കൂടിയ
200 കുട്ടികളെ ഉൾക്കൊള്ളാൻ രീതിയിലുള്ള ഒരു ആധുനിക ഹോസ്റ്റലിൻ്റെ നിർമ്മാണം നോബിൾ വുമൻസ് കോളേജിൽ അടുത്ത് തന്നെ തുടക്കം കുറിക്കാനിരിക്കുകയാണ്. പുസ്തകങ്ങൾക്കപ്പുറം കളിമുറ്റങ്ങളിലും നോബിളിൻ്റെ പെൺകരുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള അത്യാധുനിക കായിക സൗകര്യങ്ങൾ വിദ്യാർത്ഥിനികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നാഷണൽ ഡ്രോപ്പ് ബോൾ ടൂർണമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കായിക താരങ്ങൾ ഈ മണ്ണിൽ നിന്ന് വളർന്നു വന്നവരാണ്. The story of Noble began in 1996. A visionary initiative launched by a group of Malayali Muslim expatriates in UAE dedicated to their tradition of service. After 15 years of success, we recognized a vital need with our community. A space where women could excel without limitations. In 2011, Noble Women's College was born. Our mission was simple: to provide women with quality, value-based education. Today, we proudly stand as one of the safest and most empowering environments where women can shape their future with confidence. ഈ കോളേജ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ വലിയ അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പാഠ്യേതര രംഗങ്ങളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ 2024 ആദ്യമായിട്ട് ഈ കോളേജിൻ്റെ നാക് അക്രഡിറ്റേഷന് വേണ്ടി പോയപ്പോൾ ആദ്യ സൈക്കിളിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കോറോടുകൂടെ A ഗ്രേഡ് നേടിയെടുക്കാൻ സാധിച്ചു. വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഈ കോളേജിന് UGCയുടെ 2F ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും സാധിച്ചു. ISO 9001/2015 സർട്ടിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRF നമ്മൾ എല്ലാ വർഷവും നമ്മളെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തിയ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നടത്തിയ കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ 100ൻ്റെയും 150ൻ്റെയും ഇടയിൽ റാങ്കിൽ പെടാൻ ഈ ചെറിയ കലാലയത്തിന് സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ കോളേജ് നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൈനോറിറ്റി സ്റ്റാറ്റസ് ലഭിച്ച സ്ഥാപനമാണ്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ കീഴിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം YIP, അതിൽ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മുടെ കോളേജ് പേരെടുക്കുന്ന രീതിയിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുട്ടികളുടെ ഒരു സർവ്വതോന്മുഖമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള ക്ലബ്ബുകളും കമ്മിറ്റികളും സെല്ലുകളും കോളേജിൽ പ്രവർത്തിച്ചു വരുന്നു. ഇത് നോബിളിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഇവിടുത്തെ കുട്ടികളും രക്ഷിതാക്കളും കണ്ടുവരുന്നതുമാണ്. ധാരാളം ക്ലബ്ബുകളുണ്ട്. NSS യൂണിറ്റ് ഉണ്ട്, ED ക്ലബ്ബുണ്ട്, ഈ അടുത്ത് അനുവദിച്ച് കിട്ടിയ IEDC ഉണ്ട്, IIC ഉണ്ട്. ഇതിലൂടെയൊക്കെ കുട്ടികളുടെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസ് മുന്നോട്ട് കൊണ്ടുവരാൻ അത് പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ നേച്ചർ ക്ലബ്ബ്, ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ്, അതുപോലെ പാട്ട് പാടുന്ന കുട്ടികൾക്ക് വേണ്ടി സിംഗേഴ്സ് നെസ്റ്റ്, IT ക്ലബ്ബ്, ക്വിസ് ക്ലബ്ബ്, നോബിൾ റീഡ്സ്, വായനാപ്രിയരായിട്ടുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും പങ്കെടുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള നോബിൾ റീഡ്സ് തുടങ്ങിയ ധാരാളം ക്ലബ്ബുകൾ നമ്മുടെ കോളേജിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ചില ക്ലബ്ബുകൾ മാത്രമാണ് സൂചിപ്പിച്ചത്. ഈ കോളേജിൻ്റെ ഇത്രയും ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ വലിയ നേട്ടങ്ങൾ ഇവിടെയുള്ള അധ്യാപകരുടെയും അതുപോലെ തന്നെ സ്റ്റാഫ് അംഗങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അക്കാഡമിക് രംഗത്ത് നാം നൽകുന്ന പ്രാധാന്യം ഈ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ഡിഗ്രി PG തലത്തിൽ 31 റാങ്കുകളാണ് നമ്മുടെ കോളേജിലേക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷയിലൂടെ നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവരാൻ കുട്ടികൾക്ക് സാധിച്ചത്. ഇക്കഴിഞ്ഞ വർഷം തന്നെ MSc സൈക്കോളജി, MSc ക്ലിനിക്കൽ സൈക്കോളജി, MA സോഷ്യോളജി തുടങ്ങിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലും അതുപോലെ തന്നെ ഈ നോബിളിൻ്റെ ചരിത്രത്തിൽ BA ഇംഗ്ലീഷിൽ ആദ്യമായിട്ട് ഇക്കഴിഞ്ഞ പരീക്ഷയിൽ നെഹൽ എന്ന വിദ്യാർത്ഥിനി
4ാമത്തെ റാങ്ക് നേടുകയും ചെയ്തു. ഇതൊക്കെ വലിയ അഭിമാനകരമായ നമ്മുടെ കുട്ടികളുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ എല്ലാ വർഷവും 90% മുകളിൽ റിസൾട്ട് നമുക്കുണ്ട് എന്നത് വളരെ അഭിമാനത്തോടു കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കായിക രംഗത്ത് വളരെ കോളേജിൻ്റെ ഏറ്റവും പ്രത്യേകമായ ഒരു ഇനമാണ് ഡ്രോ ത്രോ ബോൾ. ഈ ഡ്രോ ത്രോ ബോളിൽ സംസ്ഥാന തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും ദേശീയ തലത്തിലും നമ്മുടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയ കളിക്കാർ നമ്മുടെ കോളേജിലുണ്ട് എന്നത് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2003 കോളേജിന് ലഭിച്ച വലിയ ഒരു അംഗീകാരമായിരുന്നു കോളേജിലെ NSS യൂണിറ്റിനും NSS പ്രോഗ്രാം ഓഫീസറായ ഡോക്ടർ അനുപമ SRനും ലഭിച്ച യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല പ്രോഗ്രാം ഓഫീസർക്കും യൂണിറ്റിനുമുള്ള അവാർഡ് എന്ന് പറയുന്നത്. സാമൂഹ്യ സേവന രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ അവാർഡ് ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പരിസ്ഥിതി രംഗത്തും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് രംഗത്തുമൊക്കെ സജീവമായ പ്രവർത്തനം ഉറപ്പുവരുത്തിയതിനാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പല ഏജൻസികളുടെയും നോൺ ഗവൺമെൻറ് ഏജൻസികളുടെയും ഒക്കെ അവാർഡുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ അക്കാഡമിക് രംഗത്തും അതുപോലെ തന്നെ പാഠ്യേതര രംഗത്തുമൊക്കെയുള്ള അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിലുള്ള പശ്ചാത്തല സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. കോളേജിലെ മുഴുവൻ ക്ലാസ് റൂമുകളിലും സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്മാർട്ട് TVയോ അല്ലെങ്കിൽ പ്രൊജക്ടറോ ഒക്കെ വെച്ച് അതുപോലെ തന്നെ വൈഫൈ സൗകര്യം കൊടുത്ത് ലാൻ ചെയ്ത് എല്ലാവിധ സൗകര്യങ്ങളും അതിലൂടെ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ UGCയുടെ സ്വയം പോർട്ടലിലൂടെ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാൻ ഈ കോളേജിന് ലോക്കൽ ചാപ്റ്റർ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ അറിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഓൺലൈനായിട്ടും അല്ലാതെയുമുള്ള നമ്മുടെ വിശാലമായ ലൈബ്രറി സൗകര്യം നമുക്കുണ്ട്. ഇവിടെ ആവശ്യമായിട്ടുള്ള ലാബുകളുണ്ട്. അതുപോലെ തന്നെ ശാരീരിക ശേഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ കോളേജിന് ആവശ്യമായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്സുകളും അതുപോലെ ഫിറ്റ്നസ് സെൻ്ററുകളുമുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റാഫ് അംഗങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഹായ്, ഞാൻ അഡ്വക്കേറ്റ് ബാദിര റിഷ മഠത്തിൽ. 2018-21 കാലഘട്ടത്തിൽ നോബൽ വുമൻസ് കോളേജിൽ BA സോഷ്യോളജി സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാനിപ്പോൾ മലപ്പുറം ജില്ലാ കോടതി മഞ്ചേരിയിൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തു വരികയാണ്. എന്നെ ഇന്നീ കാണുന്ന ഞാനാക്കുന്നതിൽ നോബൽ വുമൻസ് കോളേജിന് ഏറ്റവും വലിയ പങ്ക് തന്നെയുണ്ട്. കാരണം അവിടെ നിന്നും എനിക്ക് കിട്ടിയ ഈ ധൈര്യം, സപ്പോർട്ട് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നീ കാണുന്ന അഡ്വക്കേറ്റായി ഞാൻ നിലകൊള്ളില്ലായിരുന്നു. പിന്നീട് LLB കഴിഞ്ഞ് അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത് ഇപ്പോൾ 1 വർഷമാവുന്നു. ശേഷം ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷനും പാസ്സായി നിൽക്കുകയാണ്. ഇനി ശേഷം തുടർ പഠനത്തിന് വേണ്ടി, അതായത് LLBയുടെ മാസ്റ്റേഴ്സിനായിട്ടുള്ള LLMനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിന് മർക്കസ് ലോ കോളേജിൽ എനിക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. വെറും ഒരു വീട്ടമ്മയായി പോവേണ്ടിയിരുന്ന ഞാൻ ഇന്നീ കാണുന്ന പൊസിഷനിലെത്താൻ എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് നോബൽ വുമൻസ് കോളേജാണ്. അവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സും എൻ്റെ കൂട്ടുകാരും തന്നെയാണ്. അവിടെയുള്ള ഓരോ വ്യക്തികളോടും ഓരോ ടീച്ചേഴ്സിനോടും എന്തിനേറെ പറയുന്നു, നമ്മുടെ ബസ് ഡ്രൈവർമാർ, നമ്മുടെ ക്ലീനിങ് ചേച്ചിമാർ, ഇവരൊക്കെ തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോബൽ വുമൻസ് കോളേജിൽ ഞാൻ BA സോഷ്യോളജിക്ക് ചേർന്നത് ഇന്ന് എല്ലാവരും പറയുന്ന പോലെ എൻ്റെ ലൈഫിലെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് തന്നെയായിരുന്നു. താങ്ക് യു ഫോർ ഓൾ മൈ ടീച്ചേഴ്സ് ഫോർ ഹെൽപ്പിംഗ് മീ ടു ബിൽഡ് മൈ കരിയർ. താങ്ക് യു ഫോർ ഓൾ ദ ലവ് യു ഗേവ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് ആമിയ. ഞാൻ നോബൽ വുമൻസ് കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി പാണി ഫെക്സിലാണ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത്. ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എന്നെ എത്തിച്ച് ഇരിക്കുന്നത് നമ്മുടെ നോബൽ വുമൻസ് കോളേജിനും ഒരു വളരെ അധികം ഒരു പങ്കുണ്ട്. കാരണം നോബൽ എന്നാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ ഗുരുക്കന്മാരും വളരെയധികം എഫേർട്ട് ഇട്ടുകൊണ്ട് അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു കോളേജാണ്. എപ്പോഴും വളരെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചേഴ്സ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത്. താങ്ക് യു
താങ്ക് യു ഫോർ ബീങ് ഒരു പവർഫുൾ സപ്പോർട്ട് ഫോർ അസ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഞാൻ ഗായത്രി. 2016-19 BCA സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ IT കൺസൾട്ടൻ്റായിട്ട് MHP പോർഷ്യൽ ജർമ്മനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോബിൾ അതിൻ്റെ 15ാമത്തെ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയവർ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ വിജയഗാഥകൾ രചിക്കുന്നു. ആത്മവിശ്വാസമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ട് നോബിൾ വിമൻസ് കോളേജ് അതിൻ്റെ പ്രയാണം തുടരുകയാണ്. അറിവിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ, പെൺകരുത്തിൻ്റെ 15 വർഷങ്ങൾ.